കണ്ട മായാജാലങ്ങൾ ഒക്കെയും അത്ഭുതകരമായിരുന്നു. അതിലേറെ അത്ഭുതമായിരുന്നു മനുഷ്യ മനസ്സ് എന്ന മായാജാലം. നഷ്ടപ്പെട്ടതൊന്നും നാം കൊണ്ടുവന്നതല്ല ഇത്ര കണ്ട് ദുഃഖിക്കാൻ. നേടിയതൊന്നും നാം കൊണ്ടുപോകുന്നില്ല ഇത്ര കണ്ട് സന്തോഷിക്കാൻ. എപ്പോഴാണ് എല്ലാം ഇല്ലാതാകുന്നത് എന്ന് ഒന്നും അറിയില്ല. അതിനാൽ ഓരോ ദിനവും നന്മ ചെയ്ത് ജീവിക്കുക, ജീവിതം ആസ്വദിക്കുക. നമുക്ക് വിലയില്ലാത്ത ഇടങ്ങൾ നമ്മുടേതല്ലാത്ത ഇടങ്ങളാണ്. ധീരമായി ഉപേക്ഷിക്കുക, അന്തസ്സായി ജീവിക്കുക. നമ്മൾ പറയുന്ന ചെറിയ കാര്യങ്ങൾ പോലും മനോഹരമാകുന്നത് ഒരു മടിയും കൂടാതെ അത് കേൾക്കാൻ ഒരാളുണ്ടാകുമ്പോഴാണ്. വീഴ്ചകളിൽ കൂടെ നിൽക്കുന്നില്ലെങ്കിൽ, ആപത്തിൽ സഹായിക്കുന്നില്ലെങ്കിൽ പിന്നെ ബന്ധങ്ങൾക്കവിടെ ഒരു പ്രസക്തിയുമില്ല. എല്ലാവരെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ട് ഒരു ജീവിതം ആർക്കും സാധ്യമല്ല. എന്നാൽ നിങ്ങൾക്ക് സ്വയം തൃപ്തി നൽകുന്ന കാര്യങ്ങൾ ചെയ്തു ജീവിക്കുക എന്നത് സാധ്യമായ ഒരു കാര്യമാണ്. ഏറ്റവും കൂടുതൽ നിറങ്ങളുള്ളത് മഴവില്ലിനാണെന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. ഏറ്റവും കൂടുതൽ നിറങ്ങളുള്ളത് മനുഷ്യ മനസ്സിനാണ്. സാഹചര്യങ്ങൾക്കനുസരിച്ച് ആളുകളുടെ നിറം മാറിക്കൊണ്ടേയിരിക്കും. നിങ്ങളുടെ ബന്ധുക്കളെ ആശ്രയിക്കാൻ ഒരിക്കലും ധൈര്യപ്പെടരുത്. കാരണം മറ്റുള്ളവരിൽ നിന്ന് എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നത് നിങ്ങളെ അവരുടെ ആശ്രിതനും ദുർബലനുമാക്കുന്നു. എല്ലായ്പ്പോഴും വ്യക്തതയുള്ളവരാകുക, ലാളിത്യം സ്വീകരിക്കുക, സ്വാർത്ഥത കുറയ്ക്കുക, ആഗ്രഹങ്ങൾക്ക് പരിധി നിശ്ചയിക്കുക. നിങ്ങൾക്ക് മനസ്സമാധാനം ലഭിക്കും. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നിടത്തോളം കാലം നമ്മൾ എല്ലാവർക്കും പ്രിയപ്പെട്ടവരും നല്ലവരുമായിരിക്കും. എന്നാൽ നമുക്ക് വേണ്ടി നമ്മൾ എന്ന് ജീവിച്ചു തുടങ്ങുന്നുവോ അന്ന് മുതൽ മോശപ്പെട്ടവരും കുറ്റക്കാരുമായി മാറുന്നു. എന്തിനെയാണോ നമ്മൾ ഭയക്കുന്നത് അതിനെതിരെ തന്നെ നമ്മൾ പ്രവർത്തിച്ചു തുടങ്ങണം. കാരണം ചിന്തയിലൂടെയല്ല, പ്രവൃത്തിയിലൂടെയാണ് ആത്മവിശ്വാസവും ധൈര്യവും വളർന്നു വരുന്നത്. നിങ്ങൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൻ്റെ ഗുണനിലവാരത്തെ നിർണ്ണയിക്കുന്നു. നിങ്ങളുടെ മനസ്സാണ് നിങ്ങളുടെ ചിന്തകൾക്ക് നിറം പകരുന്നത്. സമയം മിക്കവാറും എല്ലാ കാര്യങ്ങളും നമുക്ക് ഗുണകരമായ അവസ്ഥയിൽ എത്തിക്കുന്നു. എന്നാൽ സമയത്തിന് കുറച്ച് സമയം കൊടുക്കാനുള്ള ക്ഷമ കാണിച്ചാൽ മതി. ആരും ആവശ്യത്തിലേറെ സത്യസന്ധരാവരുത്. വളവില്ലാത്ത മരങ്ങളാണ് ഏറ്റവും ആദ്യം മുറിക്കപ്പെടുക. സത്യസന്ധരാണ് എപ്പോഴും ആദ്യം ക്രൂശിക്കപ്പെടുക. ആരും നിങ്ങളുടെ കണ്ണുനീരിനെ കാണില്ല. ആരും നിങ്ങളുടെ സങ്കടത്തെ ശ്രദ്ധിക്കില്ല. ആരും നിങ്ങളുടെ വേദനയെ മനസ്സിലാക്കില്ല. പക്ഷേ എല്ലാവരും നിങ്ങളുടെ തെറ്റിനെ മാത്രം കണ്ടെത്തും. അതാണ് ജീവിതം. ചില ബന്ധങ്ങൾ അങ്ങനെയാണ്. അവയ്ക്ക് പകരം വയ്ക്കാൻ ഈ ഭൂമിയിൽ മറ്റൊന്നിനും സാധിക്കില്ല. കുട്ടിക്കാലത്ത് ഇഷ്ടപ്പെട്ടത് കിട്ടാൻ വേണ്ടി ഉച്ചത്തിൽ കരയും. എന്നാൽ വലുതാകുമ്പോൾ ഇഷ്ടപ്പെട്ടതിനെ മറക്കാൻ വേണ്ടി നിശബ്ദമായി കരയും. ഒന്നിനെയും പ്രതീക്ഷിച്ച് ജീവിക്കരുത്. പ്രതീക്ഷകൾ തകർന്നാൽ പിന്നെ ജീവിക്കാൻ പറ്റണമെന്നില്ല. നിങ്ങൾക്ക് എത്ര അടുപ്പമുണ്ടെങ്കിലും ആരോടും അമിത സ്വാതന്ത്ര്യം കാണിക്കരുത്. ഓരോരുത്തർക്കും അവരുടേതായ ഇഷ്ടങ്ങളും സ്വകാര്യതകളും ഉണ്ടെന്ന് ഓർക്കുക. ബഹുമാനമായാലും സ്നേഹമായാലും സൗഹൃദമായാലും ആത്മാർത്ഥതയില്ലെങ്കിൽ എല്ലാത്തിനും ഒരു പേരേയുള്ളൂ: അഭിനയം. തകർക്കാനും തളർത്താനും പലരുമുണ്ടാകും. തളരാതെ മുന്നോട്ടു പോവുക. കാരണം ജീവിതം നമ്മുടേതാണ്. ജീവിക്കേണ്ടത് നമ്മളാണ്. പ്രതീക്ഷകളുടെ തിരിനാളങ്ങൾ അണയാതിരിക്കട്ടെ. ജീവിതം ഉരുകിത്തീരുമ്പോഴും നാം ഓരോരുത്തരുടെയും മനസ്സിലെവിടെയോ പ്രതീക്ഷകളുടെ തിരിനാളങ്ങൾ എരിയുന്നുണ്ട്. അതാണ് മുന്നോട്ടു പോകാനുള്ള നമ്മുടെ പ്രയാണത്തിന് ഇന്ധനമേകുന്നത്. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക്സ് ഫോർ വാച്ചിങ്.